വിശദമായി കടക്കുകയാണ്. നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കും. നിലവിൽ കാക്കനാട്ടെ ജില്ലാ ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. നിയമകാര്യ ലേഖകൻ CN പ്രകാശും ആജ്ഞ രവീന്ദ്രനും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നിയമകാര്യ ലേഖകൻ CN പ്രകാശിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഡ്വക്കേറ്റ് CN പ്രകാശ്, അല്പസമയത്തിനകം തന്നെ ജാമ്യ ഹർജി പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഏറെ നിർണായകമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ വരാൻ പോകുന്ന വിധി. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് TV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇന്നാണ് ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കെട്ടിച്ചമച്ച കഥയനുസരിച്ചാണ് തയ്യാറാക്കിയ കേസാണ് ഇതെന്ന് ഈ ജാമ്യ അപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ ആരോപിക്കുന്നു. പരാതിക്കാരിയുടെ ആക്ഷേപങ്ങൾ അടിസ്ഥാന വിരുദ്ധമെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു. പരാതിക്ക് ആധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പരിപാടിയിൽ പങ്കെടുത്ത നടി തന്നെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. പരാതിയിൽ പറയുന്നതിന് വിപരീതമായ ചടങ്ങിൽ നടി പറഞ്ഞത്. ഇതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. പോലീസിന്റെ അറസ്റ്റ് നടപടി നിയമവിരുദ്ധമാണ്. തന്നെ തടഞ്ഞു വെച്ചത് യൂണിഫോം ഇല്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണ്. 24 മണിക്കൂറിനകം സമയം തന്നെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു. 24 മണിക്കൂറിലധികം സമയം തന്നെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു. തന്നെ ഇരുട്ടിൽ നിർത്തുന്നതാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് എന്നും ബോബി ചെമ്മണ്ണൂർ ആരോപിക്കുന്നു. അല്പസമയത്തിനകം കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ രാമപിള്ള സാറാണ് ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുന്നത്. സ്വാഭാവികമായും പോലീസ് കസ്റ്റഡി അപേക്ഷയും സമാന്തരമായി സമർപ്പിക്കാൻ സാഹചര്യമില്ലേ? അത്തരം പ്രോസിക്യൂഷന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. സ്വാഭാവികമായ ഒരു നിയമ നടപടി എന്ന് പറയുന്നത് പോലീസിന്റെ ഇൻസ്ട്രക്ഷന് കോടതി വിടും. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷം വീണ്ടും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനാണ് സാധ്യത എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധി അത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. 14 ദിവസത്തേക്ക് റിമാൻഡിൽ ചെയ്യപ്പെട്ട ഇപ്പോൾ കാക്കനാട് ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം. അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചായിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുക. എന്തായാലും ഓൺലൈനായിട്ടാണ് ഈ ജാമ്യ ഹർജി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുമെന്നായിരുന്നു. ഇന്നലെ രാത്രി വരെ അതല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ അത് തന്നെയായിരുന്നു തീരുമാനം. തുടർന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ തീരുമാനം മാറ്റുകയായിരുന്നു. രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ തന്നെ ഈ തീരുമാനം മാറ്റുകയായിരുന്നു. കാരണം നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം തുടരുമ്പോൾ ജില്ലാ കോടതി ജാമ്യ ഹർജി തള്ളിയാലുള്ള സാഹചര്യം വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകേണ്ടുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ് രാവിലെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇക്കാര്യം പരിഗണിക്കുന്നതോ അതല്ലെങ്കിൽ പരിഗണിച്ച ശേഷം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതോ അതല്ലെങ്കിൽ ജാമ്യ ഹർജി തള്ളുന്ന സാഹചര്യമായാലും ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമായാലും ഇതൊക്കെ ആയാലും കോടതി തന്നെയാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അത് എന്താണ് കോടതി വിധിയെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം 1:45 ഒരു 2 മണിയോടുകൂടി, അതായത് ഉച്ച കഴിഞ്ഞ് ഇത് കേസ് പരിഗണിക്കുമെന്നാണ് നമുക്കറിയാം. ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്ന ടൈം ഷെഡ്യൂൾ അനുസരിച്ച് 1:45 കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം നാടകീയ സംഭവങ്ങൾക്കിടയിൽ 48 മണിക്കൂറിനുള്ളിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ മുൻകൂർ ജാമ്യം പോലും തേടാനുള്ള അവസരം പോലീസ് നൽകിയില്ല എന്നുള്ളതും മാത്രമല്ല, മുൻകൂർ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഇക്കാര്യത്തിൽ BNS 75(1)ഉം 75(4)ഉം ആണ്. 1ൽ 4ഉം ആണ് ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അത് ഭാരതീയ ന്യായ സംഹിത വിവക്ഷിക്കുന്നതനുസരിച്ച് ജാമ്യമില്ലാത്ത വകുപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുന്ന കാര്യത്തിലും മാത്രമല്ല, ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിച്ച ഒരു വിധിയും അതുപോലെ തന്നെ നിരീക്ഷണവും സ്ത്രീയുടെ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള കമന്റുകളും
അത് ലൈംഗിക അധിക്ഷേപത്തിന് തുല്യമാണ്, ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി ഒരു നിരീക്ഷണം കൂടി നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ വിധി എന്താണ് എന്നുള്ള കാര്യം കാത്തിരുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി നിഷേധിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശം, ആ ഉത്തരവ്, അതിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെയും പരിഗണനയിലേക്ക് വരും അല്ലേ? തീർച്ചയായിട്ടും അറിയാം. കാരണം ഈ കാര്യവുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജി പരിഗണിക്കണമെങ്കിൽ, ഹൈക്കോടതിക്ക് ജാമ്യ ഹർജി പരിഗണിക്കണമെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ട് തരണം. പോലീസ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ, അതായത് അങ്ങേയറ്റം പുച്ഛഭാവത്തോടു കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ മാധ്യമങ്ങളെ, അതായത് നീതിന്യായ വ്യവസ്ഥയോട് ഒരു തരത്തിലും ഒത്തുപോകില്ല, അതിന്റെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കില്ല എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജോട് കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ ചെയ്തതിൽ കുറ്റബോധമില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടി പോലീസ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ ഈ 48 മണിക്കൂറിനുള്ളിൽ കോടതി വിധി തനിക്ക് എഗെയിൻസ്റ്റ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം ബോധരഹിതനായി നിലംപതിച്ചത്. അതിനൊപ്പം ഒരു ടെൻഷനും അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആശങ്കയും ബോബി ചെമ്മണ്ണൂർ പ്രകടിപ്പിച്ചില്ല. അത് മാത്രമല്ല, വിധി പകർപ്പ് ഈ കാര്യത്തിൽ, അത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഈ വിധിയുമായി ബന്ധപ്പെട്ട ജഡ്ജി പരിഗണിക്കുകയുണ്ടായി. കാരണം ഒന്നാമത്തെ കാര്യം, സമൂഹത്തിന് നൽകുന്ന മോശം മെസ്സേജായി മാറും ഈ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയാൽ എന്നുള്ള ഒരു കാര്യം കൃത്യമായി പ്രോസിക്യൂഷന് ബോധ്യപ്പെടുത്താൻ പറ്റി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തിന്റെ തന്നെ മുതിർന്ന അഭിഭാഷകന്മാരിൽ ഒരാളായിട്ടുള്ള അഡ്വക്കേറ്റ് വി രാമൻപിള്ളയും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സുമാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ള സാഹചര്യത്തിൽ പോലും പ്രോസിക്യൂഷൻ ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് നിരവധി ബന്ധങ്ങളുണ്ട്, വലിയ വ്യാപാരിയാണ്, നിരവധി ബന്ധങ്ങളുണ്ട്. ഈ കേസുമായി വന്നിട്ടുള്ള ഹണി റോസിന്റെ ജീവന് ഹാനിയാകുന്ന, അതല്ലെങ്കിൽ അവരെ അപായപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പോലും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം തുടങ്ങിയ നിരീക്ഷണങ്ങളും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിക്ക് മുൻപാകെ പ്രസന്റ് ചെയ്യുകയുണ്ടായി. ഇതെല്ലാം കൂടി മാത്രമല്ല, വിദേശത്തേക്ക് കടന്നു പോയേക്കാം, അതെല്ലാം ഒളിവിൽ പോയേക്കാം. അത് ജാമ്യം അനുവദിച്ചാൽ സംഭവിക്കാവുന്ന ദൂഷ്യവശങ്ങളൊക്കെ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റവാക്കിൽ റിമാൻഡ് എന്ന് കോടതി പറയുമ്പോൾ ആ സമയത്ത് ബോബി ചെമ്മണ്ണൂർ ബോധരഹിതരായി നിലപതിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ കണ്ടത്. അദ്ദേഹത്തിന് BP അപ്പാവുന്ന സാഹചര്യം. പക്ഷേ അതിനുശേഷവും ഈ BP ഷൂട്ടൌട്ടായ ശേഷം കുറച്ചുനേരം കോടതി മുറിയിൽ അദ്ദേഹത്തെ വിശ്രമിക്കാൻ അനുവദിക്കുന്നു. തുടർന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മെഡിക്കൽ സംഘം, അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഇദ്ദേഹത്തിന് ആരോഗ്യപരമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സർട്ടിഫൈ ചെയ്തത്. പക്ഷേ അതിനോട് പോലും യോജിക്കാതെ ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് അസോസിയേഷൻ ഇന്നലെ അവിടെ കാട്ടിക്കൂട്ടിയ ബഹളങ്ങൾ, അത് സംഘർഷത്തിലെത്തുന്നു, പോലീസിന് നേരെ ആക്രോശിക്കുന്നു, മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്നു. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ജുഡീഷ്യറി ആണെങ്കിൽ പോലും അത് തങ്ങൾ അനുസരിക്കില്ല എന്നൊരു മെസ്സേജ് ആയിരുന്നു ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് പോലും ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ പരിസരത്തുണ്ടായ സംഘർഷത്തിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അത്തരത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം, ഈ കാര്യങ്ങളൊക്കെ പോലീസ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്നലെ ജില്ലാ ജയിലിന്റെ മുന്നിലും ഈ ഒരു പ്രൊട്ടസ്റ്റിന് ആളുകൾ കാത്തു നിന്നിരുന്നെങ്കിലും അത്തരം വലിയൊരു പ്രൊട്ടസ്റ്റിലേക്ക് അത് പോയില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് ഇതിലേക്ക് വന്നൊരു സാഹചര്യം, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ED നിരീക്ഷിക്കുക, അതായത് സാമ്പത്തിക ഇടപാടുകൾ ED പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഈ ജാമ്യാപേക്ഷ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഈ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാടും അല്ലെങ്കിൽ പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം, ഒരു രീതി കൂടി ജാമ്യം നൽകുന്നതിന് മുൻപുണ്ട്. ശക്തമായി തന്നെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെയല്ല, ബോബി ചെമ്മണ്ണൂരിനെ ഒറ്റയ്ക്കൊരു സെല്ലിലല്ല പാർപ്പിക്കുന്നത്, റിമാൻഡ് തടവുകാർക്കൊപ്പം തന്നെ ഒന്നിച്ചാണ്. അതായത് ഈ ലൈംഗിക അധിക്ഷേപ കേസിൽ ഒരു പരാതിക്കാരന് അല്ലെങ്കിൽ ഒരു പ്രതിക്ക്, പ്രതിക്ക് ഏതൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നോ ജയിലിൽ നിന്നോ ലഭിക്കും, അതുമാത്രമേ ബോബി ചെമ്മണ്ണൂരിന് നൽകിയിട്ടുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അത് പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രതിയാണ്, പ്രത്യേകിച്ചും ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിയാണ്. ജാമ്യമില്ലാത്ത ഒരു വകുപ്പാണ് അദ്ദേഹത്തിന് നേരെ ചുമത്തപ്പെട്ടത്. അതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയെ എതിർക്കാൻ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വാദമുഖങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള
കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വെക്കുന്ന വാദമുഖങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന്, കെട്ടിച്ചമച്ച ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് നടക്കുന്നത്. ഇപ്പോഴും ആ താരം, പരാതിക്കാരിയായിട്ടുള്ള നടി, TV ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരു താരമായി ഇത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. മാത്രവുമല്ല, താൻ ഈ പറയുന്നത് പോലെ ഈ കേസിന് എതിരായി സാക്ഷികളെ സ്വാധീനിക്കാനോ പരാതിക്കാരിക്കെതിരെ നീങ്ങാനോ ഒന്നും സാധ്യതയില്ല. താൻ ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും, തന്റെ ഫോൺ ഉൾപ്പെടെ പോലീസിന്റെ പക്കലാണ് ഉള്ളത് എന്ന് തുടങ്ങിയ വാദമുഖങ്ങൾ ബോബി ചെമ്മണ്ണൂരും മുന്നോട്ട് വെക്കുന്നില്ലേ? ഇത് കോടതി എത്രത്തോളം പരിഗണിക്കാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്? ആജ്ഞ കേൾക്കുന്നുണ്ടോ? യെസ്, ആജ്ഞ രവീന്ദ്രനിലേക്ക് മടങ്ങി വരാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. 1:45 ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താകും ജാമ്യ ഹർജിയിലെ ഹൈക്കോടതി വിധി എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. അല്പസമയത്തിനകം തന്നെ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.